വയനാട് പനമരത്ത് CPM പൊതുയോഗത്തിൽ വീണ്ടും വിവാദ പരാമർശം. പനമരം പഞ്ചായത്ത് പ്രസിഡന്റായി മുസ്ലിം ലീഗ് നിശ്ചയിച്ചത് മുസ്ലിം സ്ത്രീയെന്നും കോൺഗ്രസ് ഇടപെടലിനെ തുടർന്ന് ആദിവാസി പെണ്ണിനെ പ്രസിഡന്റാക്കിയെന്നുമാണ് CPM ജില്ലാ കമ്മിറ്റി അംഗം AN പ്രഭാകരന്റെ പരാമർശം. പ്രസംഗത്തിനെതിരെ യൂത്ത് ലീഗ് പരാതി നൽകി. എന്നാൽ താൻ ആരെയും വ്യക്തിപരമായി കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നാണ് AN പ്രഭാകരന്റെ വിശദീകരണം. പ്രസിഡന്റ് ഇലക്ഷന്റെ രാവിലെ ലീഗിനെ അടിവലിച്ചുകൊണ്ട് വേറെ ആളുകൾ കോൺഗ്രസുകാർ വളരെ സമർത്ഥമായിട്ട് ലീഗാരത്തിയായ ഹസീനയെ പുറത്താക്കി ആദിവാസി പെണ്ണിനെ പ്രസിഡന്റാക്കി. അങ്ങനെ മുസ്ലിം വനിത ആദ്യമായി പ്രസിഡന്റായ മുസ്ലിം വനിതയെ ലീഗ് മറിച്ചിട്ടു എന്ന ചരിത്രപരമായ തെറ്റാണ് പനമരത്ത് ലീഗ് ചെയ്തിട്ടുള്ളത്. വയനാട്ടിലെ മുതിർന്ന CPIM നേതാവും ജില്ലാ കമ്മിറ്റി അംഗവുമായ AN പ്രഭാകരന്റെ ഈ വാക്കുകളാണ് വിവാദമായത്. പ്രഭാകരന്റേത് വർഗീയ പരാമർശമെന്നാരോപിച്ച മുസ്ലിം യൂത്ത് ലീഗ് പോലീസിൽ പരാതി നൽകി. ജനറൽ വിഭാഗത്തിലുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജനറൽ വിഭാഗത്തെ മാറ്റി നിർത്തി ഒരു മുസ്ലിം വനിതയ്ക്ക് പ്രസിഡന്റാവാനുള്ള അവസരം നിഷേധിച്ചതിന് മുസ്ലിം ലീഗ് മറുപടി പറയേണ്ടി വരുമെന്ന ഗുരുതരമായ ആരോപണം CPM പോലുള്ള ഒരു പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ നേതാവിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത ഏറ്റവും വലിയ ആരോപണമായിട്ടാണ് പാർട്ടി ഇതിനെ കാണുന്നത്. താൻ ആരെയും വ്യക്തിപരമായി കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നായിരുന്നു AN പ്രഭാകരന്റെ മറുപടി. കോൺഗ്രസിനെ അടിപ്പെട്ടാണ് മുസ്ലിം ലീഗ് പനമരത്തെ തീരുമാനം മാറ്റിയത്. ഈ വിഷയമാണ് ഉന്നയിച്ചതെന്നും AN പ്രഭാകരൻ 24നോട് പറഞ്ഞു. LDF ഭരിച്ചിരുന്ന പനമരം പഞ്ചായത്ത് അവിശ്വാസ പ്രമേയത്തിലൂടെ UDF പിടിച്ചെടുത്തിരുന്നു. LDFിലെ ബെന്നി ചെറിയാൻ UDFന് അനുകൂലമായി നിലപാടെടുത്തതാണ് അട്ടിമറിക്ക് കാരണം. ഇതിന്റെ തുടർച്ചയായി കഴിഞ്ഞ ദിവസം CPM നടത്തിയ പൊതുയോഗത്തിലാണ് വിവാദ പ്രസംഗം. 24 വയനാട്.